Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55 488 910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ നിങ്ങളെ വോട്ടിനായി. നമ്മുടെ രാജ്യത്തിന്റെ അധികാരത്തിലേക്കുന്ന ബിജെപിയെ, നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റണം എന്നതാണ് ആത്യന്തികമായി ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും മഹാഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹിക്കുന്നത്. ബിജെപിയും ബിജെപിയോടൊപ്പം നിൽക്കുന്ന ഏതാനും കക്ഷികളും ഒഴിച്ചാൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മഹാഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികൾ ഈ അവസ്ഥ തുടർന്ന് മുന്നോട്ട് പോകുന്നത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടമാകും എന്ന ഉറച്ച ബോധ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പം അതുകൊണ്ട് അതിനാവശ്യമായ വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ, ധാരണയോടെ രാജ്യം ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഇനി വീണ്ടും ഒരിക്കൽ ബിജെപി അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഈ മഹാദുരന്തം ആവർത്തിക്കപ്പെട്ടാൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യപരമായ പ്രവർത്തന ശക്തികളുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുകയും അതിൽ നിന്ന് പങ്കുവറ്റുകയും അവരുടെ എല്ലാവിധ ഒത്താശയോടെ, പിന്തുണയോടെ രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള കുറുക്കുവഴികൾ തേടുകയുമാണ് ബിജെപി ചെയ്തത്. അപ്പൊ രണ്ടും ഒരുപോലെയല്ല. ആവർത്തിച്ച് അധികാരത്തിൽ വരുന്ന രണ്ട് ഗവൺമെന്റുകൾ ഒരുപോലെയാണെന്ന് ആർക്കും വിലയിരുത്താൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രൂപീകരിച്ച RSS സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷവും ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ വൻകിടക്കാരുടെ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ, സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്കും പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനത കോൺഗ്രസിന് വെറുത്തു. കോൺഗ്രസ് ജനങ്ങളിൽ നിന്നും അകന്നു. ആ കോൺഗ്രസ് അധികാരം നഷ്ടപ്പെടുമെന്ന് വന്നപ്പോഴാണ്
1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഭരണഘടന സസ്പെൻഡ് ചെയ്തു. പൗരാവകാശങ്ങൾ നിഷേധിച്ചു. ഏകകക്ഷി അമിതാധികാര വാഴ്ച ഇന്ത്യ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചു. 1975 മുതൽ 77 വരെ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഇന്ത്യൻ ജനത പോരാടി. ആ കോൺഗ്രസ് ഭരണത്തിനെതിരായി പോരാടി. ആ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ജനാധിപത്യം തിരിച്ചുപിടിച്ചു. ഇന്ത്യൻ ഭരണഘടന തിരിച്ചുപിടിച്ചു. ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ചു. 1977 ശേഷം ഇന്ത്യയിൽ കോൺഗ്രസിന്റെ തകർച്ചയെ ഉപയോഗപ്പെടുത്തിയത് BJP ആണ്. അതിൻ്റെ ആദ്യത്തെ പേര് ജനസംഘമെന്നാണ്. അവരധികാരം ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. അവരുടെ RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ ഇവിടെ ഒരു അടിത്തറ രൂപീകരിക്കുകയായി. വിളക്കിവിട്ടു. ഭൂരിപക്ഷ മതവികാരത്തെ വോട്ട് ബാങ്കാക്കി. അയോധ്യയിലെ പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം പണിയുന്നു. ലവ് ജിഹാദ്, മുസ്ലിം വിരുദ്ധ നിലപാടുകൾ ഇളക്കിവിടാനാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഏക സിവിൽ കോഡ്, പൗരത്വ ഭേദഗതി നിയമം, ഗോവധ നിരോധനം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി നയങ്ങളിലൂടെ മതപരമായ ചേരിതിരിവിലേക്ക് എത്തിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മുൻപാണ് നമ്മുടെ കേരളീയർ വിഷു ആഘോഷിച്ചത്. ഹിന്ദുക്കൾ മാത്രമാണോ വിഷു ആഘോഷിച്ചത്? വിശുദ്ധ വ്രതമെടുത്ത് വൈകുന്നേരമാകുമ്പോൾ ഇഫ്താർ പാർട്ടി, എല്ലാവരും സമ്മേളിക്കുകയില്ലേ, എല്ലാവരും ഒത്തുചേരുകയില്ലേ? എന്ത് വിശാലമായ സൗഹൃദമാണത്! പെരുന്നാളിന് 2 ദിവസം മുൻപാണ് ഈസ്റ്റർ മാറിയില്ലേ? പെരുന്നാൾ വന്നാലും, തിരുവോണം വന്നാലും, വിഷു വന്നാലും, ക്രിസ്മസ് വന്നാലും ആഘോഷിക്കുന്ന, പരസ്പരം സ്നേഹിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ പൊതുവെ ഉണ്ടായിരുന്നു. BJP അതിനെ തകർത്തുകൊണ്ട് ഹിന്ദു മതത്തെ ദുരുപയോഗപ്പെടുത്തി, ഹിന്ദു മതത്തെ വികൃതമാക്കി, ഹിന്ദു മതത്തെ മറ്റു മതങ്ങൾക്കെതിരായിട്ടുള്ള മതമായി ചിത്രീകരിച്ചു. ഹിന്ദുമതം സനാതനമായൊരു ധർമ്മമാണ്. എത്രയോ ഋഷിവര്യന്മാരുടെ ജീവിതചര്യകളിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഹിന്ദുമതം. ആ ഹിന്ദുമതത്തെയും അതിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും BJP വികൃതമാക്കി. ഹിന്ദുമതത്തെ തന്നെ വികൃതമാക്കി. ഇസ്ലാം മതം ഒരു സാമൂഹ്യ കാലഘട്ടത്തിന്റെ ആവശ്യമായി ഉയർന്നു വന്നു. എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന്റെ പടക്കുതിരകളായി, പല നിയമസഭകളിലും കോൺഗ്രസിന്റെ നേതാക്കളായി തിളങ്ങി നിന്നവർ 250-ലധികം പേർ കോൺഗ്രസ് വിട്ടിപ്പോ BJPയുടെ മുഖമാണ്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആയിരിക്കും. ഉറപ്പ് പറയാൻ സാധിക്കുമോ? നിങ്ങൾ വിലക്കെടുക്കും. നിങ്ങൾ ആരെയാ വിലക്കെടുക്കാൻ കഴിയാത്തത്? മധ്യപ്രദേശിൽ കോൺഗ്രസല്ലേ ജയിച്ചു വന്നത്? അവിടെ കോൺഗ്രസല്ലേ ഗവൺമെന്റ് ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് 5 വർഷക്കാലം പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ? എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതിനകത്ത് ഗ്രൂപ്പുകളും ഏറ്റുമുട്ടലും ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിലെ കുറെ കോൺഗ്രസ് MLA-മാരെ BJP പണം കൊടുത്ത് എണ്ണി കൊടുത്ത് വിലക്ക് വാങ്ങി BJP ഗവൺമെന്റ് ഉണ്ടാക്കി. മഹാരാഷ്ട്രയിൽ ഇപ്പൊ എവിടെയുണ്ട് കോൺഗ്രസ് പാർട്ടി? കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി MV ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി MV ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ നിങ്ങളെ വോട്ടിനായി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വേദിയിലുള്ള ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സന്നിഹിതനായ നമ്മുടെ ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, വേദിയിലുള്ള
സമാരാധ്യരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സർവോപരി ഏറെ പ്രിയപ്പെട്ട ബാക്കിയുള്ളത്, നിങ്ങളെല്ലാം പല വേദികളിലായി പല സ്ഥലങ്ങളിലായി ഞാൻ നിരവധി വട്ടം കണ്ടിട്ടുള്ളതാണ്, നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, കഴിഞ്ഞ 5 വർഷം നമുക്ക് നഷ്ടപ്പെട്ട ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തെ മുതൽ മഞ്ചേശ്വരം വരെയുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വോട്ടർമാർ തീർച്ചയായും കഴിഞ്ഞ തവണ നമുക്ക് വന്ന ഒരക്ഷരത്തെറ്റ്, ആ കൈത്തെറ്റ്, അതിൽ നമുക്കുണ്ടായിട്ടുള്ള നഷ്ടബോധം, അതിൽ വന്നിട്ടുള്ള കടുത്ത ദുഃഖവും വേദനയും നിരാശയും ഒരു സംശയവും വേണ്ട. ഇത്തവണ ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ എന്ത് വില കൊടുത്തും അത് തിരിച്ചു പിടിക്കുമെന്ന ആവേശത്തിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ 58 ദിവസക്കാലമായി മഞ്ചേശ്വരം മുതൽ കല്യാശ്ശേരി വരെയുള്ള വിവിധ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി. 26-ാം തീയതി പോളിംഗ് ബൂത്തിൽ പോയി അരിവാൾ ചുറ്റിയ നക്ഷത്രം മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് പറയുന്നതിന് മുമ്പായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഓരോരാളും വിജയിക്കണം ഈ മണ്ഡലത്തിൽ നിന്നും. അങ്ങനെ നമ്മുടെ നാട് വിജയിക്കണം, നമ്മൾ വിജയിക്കണം. അങ്ങനെ വിജയിച്ചാൽ നിങ്ങൾ എന്നെ നിങ്ങളുടെ ജനപ്രതിനിധിയായി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്താൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് നിങ്ങളെയും അറിയാം. നിങ്ങളിൽ ഒരാളായി അന്യനല്ലാത്തവനെ നിങ്ങൾ പാർലമെന്റിലേക്ക് അയച്ചാൽ ഒരു സംശയവും വേണ്ട, ഈ നാടിന്റെ ശബ്ദം, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ശബ്ദം, സർവോപരി കേരളത്തിന്റെ ശബ്ദം, മതനിരപേക്ഷതയുടെ ശബ്ദം ഞാൻ 5 വർഷക്കാലം പാർലമെന്റിൽ ഉയർത്തുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. ഒരു പ്രത്യേക പ്രചരണ രീതിയാണ് സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ രാജ്യത്താകെ, നമ്മുടെ സംസ്ഥാനത്താകെ ഒരു പ്രചരണം അഴിച്ചുവിട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാകില്ല, കേവല ഭൂരിപക്ഷം ഉണ്ടാകില്ല. കേവല ഭൂരിപക്ഷം ഒരു കക്ഷിക്ക് ലഭിക്കാതിരുന്നാൽ നാട് അംഗീകരിക്കാറില്ല. ഇത്തവണയും കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്നും BJPക്ക് ജയിച്ചു വരാനാകില്ല എന്ന പൊതുവായ നിലപാടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം ഒരു പുതിയ അനുഭവം നാടിന് സമ്മാനിച്ചൊരു കാലയളവാണ്. രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് കേരള വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചു പോകുന്നത്. BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് കനത്ത പരാജയം രാജ്യത്ത് സംഭവിക്കണം എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള പൊതു നിലപാട് രാജ്യത്താകെ ഉയർന്നു വന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ രാജ്യത്തെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള അവസരമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. ഇവിടെ മതനിരപേക്ഷത, ജനാധിപത്യം, സ്വാതന്ത്ര്യം, നമ്മുടെ ഭരണഘടന തന്നെയും
ഏറ്റവും വലിയ അതിന് കോൺഗ്രസ് ജയിച്ചു പോകുന്നില്ലേ നല്ലത്? ഈ ഒരു നിലപാടെടുക്കുമ്പോൾ LDF-നോട് യാതൊരു വിരോധവുമില്ല. ഒരു വിപ്രതിപത്തിയും LDF-നോടില്ല. ഇത്തവണ ഇത്തരം ഒരു നിലപാടെടുക്കാം എന്ന് ചിലർ കണക്കാക്കി. ഈ കഴിഞ്ഞ 5 വർഷക്കാലം അതിൻ്റെ കെടുതി അനുഭവിച്ചവരാണ് നമ്മളെല്ലാവരും. അതായത് തെരഞ്ഞെടുപ്പില് UDF-ന് മികച്ച വിജയം. വിമർശിക്കേണ്ടത് ഏത് വിഷയത്തിലാണ്? ഇപ്പോ കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തൊരു കാര്യം, കേരളത്തിലെ നരേന്ദ്രമോദി വിമർശിക്കുന്നതിനേക്കാളും നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിനേക്കാളും കൂടുതൽ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ LDF-ന്റെ ഭാഗത്ത് ഉയർന്നു വന്നാണ്. അപ്പോ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക നിലപാട് ഒന്നിച്ചെടുക്കുകയാണ്. അത് കേരളത്തിനെതിരായ നിലപാടാണ് എന്നതാണ് വസ്തുത. പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. രാജ്യത്ത് ഒരുപാട് പ്രശ്നം ഉയർന്നു വരുന്നു. ആ പ്രശ്നങ്ങളിൽ ഒന്നിലും ഈ 18-അംഗ സംഘത്തെ നമുക്ക് എവിടെയും കാണാൻ പറ്റിയില്ല. കേരളത്തിന്റെ ശബ്ദം ഉച്ചസ്ഥായിയിൽ മുഴങ്ങേണ്ട ഘട്ടം ശബ്ദം നേർത്തതായിപ്പോയി. കാരണം 20-ൽ 18 നിശബ്ദം, 2 പേരേ ഉള്ളൂ. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു അനുഭവമാണ്. എല്ലാവരും അതിൽ വേദനിച്ചു. ഇവരെയാണല്ലോ ഞങ്ങള് തെരഞ്ഞെടുത്ത് അയച്ചത്. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി MV ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി MV ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി MV ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി MV ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ നിങ്ങളെ കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി MV ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി MV ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി MV ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്ര
പോരാളത്തൊരു നേതാവായി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങളെ വോട്ടിനായി. കാസർഗോഡിൻ കൺമണിയായി കറപുരളാത്തൊരു നേതാവായി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ എത്തുകയായി. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങളെ വോട്ടിനായി. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.
ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും